സ്വർണ്ണക്കവർച്ചയിലെ ജനം ടിവിയുടെ അന്വേഷണ പരമ്പര തുടരുന്നു. വിറ്റുവോ വിശ്വാസം. സ്വർണ്ണക്കവർച്ചാ കേസിൽ ശബരിമല സന്നിധാനത്ത് വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിശോധന. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. അതായത് SIT ആവശ്യപ്പെട്ടത് വീണ്ടും സാമ്പിളുകൾ പരിശോധിക്കണം. കാരണം VSSCയിൽ പരിശോധിച്ചത് കൃത്യമായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുംബൈ ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലോ അല്ലെങ്കിൽ ഹൈദരാബാദ് ജാംഷഡ്പൂർ എന്നിവിടങ്ങളിലെ ലബോറട്ടറിയിലേക്കോ ഇതിൻ്റെ സാമ്പിളുകൾ അയക്കണം എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ പുതിയ സാമ്പിളുകൾ എടുക്കാൻ വേണ്ടിയല്ലേ ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇന്നത്തെ ഈ ഒരു പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം വലിയ രീതിയിലുള്ള തിരിച്ചടികൾ SITക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതികളിൽ പലരും സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം, വലിയ രീതിയിലുള്ള സംശയം അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ വിമർശനം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ അനുമതി തേടിയതിനു ശേഷം വീണ്ടും സ്വർണ്ണപ്പാളികൾ പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT സംഘം എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വിശദമായ ഒരു യോഗം പമ്പയിൽ 11 മണിയോടെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം 12 മണിയോടെയാണ് ശശിധരൻ അടക്കുന്ന സംഘം ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പ് 1:15 കൂടിയാണ് ശശിധരൻ അടക്കമുള്ള സംഘം സന്നിധാനത്തേക്ക് എത്തിയത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഇവിടെ കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്തായാലും നട തുറന്നതിന് ശേഷമായിരിക്കും ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാമ്പിളുകൾ ശേഖരിക്കുക എന്നാണ് നമുക്ക് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇന്നും നാളെയുമായി ഈ പരിശോധന പൂർത്തിയാക്കും. കാരണം ഈ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ, അത് വിശ്വാസയോഗ്യമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി തന്നെ അത് റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അത് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അത് ഈ കേസിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അതോടൊപ്പം തന്നെ SITയുടെ വിശ്വാസ്യതയെ ബാധിക്കും. കാരണം ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു. പിടിച്ച പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകളൊക്കെയും സ്വാഭാവികമായി ജാമ്യത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കാനായിട്ടില്ല. അങ്ങനെ വലിയ രീതിയിലേക്ക് പ്രതിരോധത്തിലായ SIT സംഘം ഇതിൽ ഒരു വ്യക്തത വരുത്തുക. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയതിന് ശേഷം ഈ ഒരു സംഘം ഇവിടേക്ക് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെയും അതോടൊപ്പം തന്നെ നാളെയും ഈ ഒരു പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും നട തുറന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു പരിശോധന നടത്തുക എന്നാണ്. 5 മണിയോടെയാണ് നട തുറക്കുക. എന്തായാലും ഭക്തരൊക്കെ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 5 മണിക്കാണ് നട തുറക്കുക. സന്നിധാനത്ത് വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിശോധന. SP ശശിധരൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.